ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാക്കണം, ഇന്ന് നോമ്പ് ആറായിട്ടുണ്ട്. അങ്ങനെ ഇതാക്കണ അടുക്കളയിലേക്ക് വന്നപ്പോൾ തന്നെ ഇതാക്കണ അമ്മ പണിയൊക്കെ തുടങ്ങിയിരിക്കണേ. അപ്പോൾ നമുക്കിന്ന് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കയൊക്കെ ഇതാക്കണ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാക്കണ ചെമ്മീൻ ബിരിയാണി ആയതുകൊണ്ട് ചെമ്മീനൊക്കെ ഞാൻ വേഗം പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് അങ്ങനെ സമൂസക്ക് മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സമൂസ ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളി ഞാൻ കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ചതാണ്. അതാകുമ്പോൾ വേഗം ഉള്ളി വാടി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മസാല റെഡിയാക്കാൻ പറ്റും, ഒരുപാട് ടൈം എടുക്കണ്ട. അങ്ങനെ മസാലയൊക്കെ ഇതാക്കാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ സമൂസ ഉണ്ടാക്കുന്നുണ്ട്. നോമ്പിന് എല്ലാ ദിവസവും സമൂസ തിന്നാൽ അത്രയും നല്ലത്, അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും സമൂസ. അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ പള്ളിയിൽ കഞ്ഞി കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് കഞ്ഞി വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന് മോനെയും ഉമ്മനെയും കൂട്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എന്താ കഞ്ഞി വാങ്ങാൻ വേണ്ടി വരുന്നത്. ചെറുതിലൊക്കെ കഞ്ഞി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നിയമോൾ വന്നിട്ടുണ്ടായിരുന്നു. ഓളാണ് തറവാട്ടിൽ കഞ്ഞി വാങ്ങിക്കൊടുക്കൽ. ഇന്നലെ തറവാട്ടിൽ പോയപ്പോൾ വലിയപ്പ പറഞ്ഞ ഞങ്ങൾക്ക് വന്ന് വാങ്ങിക്കൂടെയെന്ന്. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ഞാൻ വേഗം ഇത് പഴം പൊരിച്ചു. അതുപോലെ തന്നെ ഇതാക്കണ ചോറൊക്കെ റെഡിയാക്കുകയാണ് ഉമ്മ. പിന്നെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞു വെച്ചു. ആ നോമ്പറക്കാനുള്ള സമയമായി. സമൂസയും പഴംപൊരിയും ഇതാക്കണ ചക്ക ആണ്, ചക്കുപ്പേരി ആക്കിയതാണ്. അതുകൊണ്ട് പിന്നെ തരിക്കഞ്ഞിയാണിത്. അങ്ങനെ നോമ്പ് ബാങ്ക് കൊടുത്ത് ആ നോമ്പൊക്കെ തുറന്ന്. ഇത് കൂവത്തള്ളിയാണ്, അതായത് കൂവപ്പൊടി കാച്ചിട്ടുള്ള വെള്ളം. ഇത് നമ്മളതാ നല്ല ക്ഷീണത്തിനൊക്കെ നല്ലൊരു വെള്ളമാണ്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ആക്കണ സമൂസയും അതുപോലെ പഴംപൊരിയൊക്കെ കഴിക്കുകയാണ്. പഴംപൊരിയിൽ പഴം നല്ല പഴുത്തുള്ള പഴമാണ്, അതുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അങ്ങനെ ഇന്ന് മോന് ഈ സമയത്ത് ഉറങ്ങിയത് കൊണ്ട് എല്ലാം സാവധാനത്തിലാണ് കഴിക്കുന്നത്. പിന്നെ കുറച്ച് ചക്കയും കഴിച്ച് 1-2 സ്പൂൺ ചക്കയും കഴിച്ച്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇതുപോലെ ഉപ്പേരിയാക്കിയാൽ. പിന്നെ ഇതാക്കണ കഞ്ഞി ഉണ്ടായിരുന്നു, പള്ളിയിൽ നിന്ന് നമ്മൾ പോയി വാങ്ങി. ആ കഞ്ഞി ഇതാക്കണ ഇത്രയും കുടിച്ചു. അങ്ങനെ തറാവിയൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് വന്ന്. അപ്പോൾ പിന്നെ അമ്മ വേഗം ചോറൊക്കെ റെഡിയാക്കാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ബിരിയാണി വെച്ചാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ബിരിയാണി എത്ര കഴിച്ചാലും മടുക്കില്ല. അങ്ങനെ ഇതാക്കണ ബിരിയാണി അച്ചാറും അതേപോലെ പപ്പടവും മസാലയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ റാഹത്തായിട്ട് നോമ്പാറും കഴിഞ്ഞിട്ടുണ്ട്.